റീതിങ്ക് യുവർ ഡിസിഷൻ. നമുക്ക് ഈ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കാനുള്ള വഴികൾ നോക്കാം ആവണി. ഞാനിപ്പോൾ വരാം ഡോക്ടർ. എടി, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. നമുക്കിവിടുന്ന് പോവാം. എന്തായി? ഡോക്ടറിനെ കണ്ടോ? നീ എന്തിനാ കരയുന്നേ? ഡോക്ടറിനെ കണ്ടിട്ട് ഇറങ്ങിയതാ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ചേച്ചി, ഈ കുഞ്ഞിനെ ഞാൻ വളർത്താൻ പോവാ. അയാളുടെ സ്വഭാവം ശരിയില്ലാന്ന് വെച്ച് കുഞ്ഞെന്ത് കഴിച്ചു? എനിക്കതിനെ വേണം ചേച്ചി. ആ തീരുമാനം എന്തായാലും നന്നായി ആവണേ. നീ അതേ കണ്ണൊക്കെ തുടച്ച് ആരെങ്കിലും കാണും. എന്തായി ആവണി? തീരുമാനത്തിൽ മാറ്റം വന്നോ? എനിക്ക് കുഞ്ഞിനെ വേണം ഡോക്ടർ. എന്നാൽ വെയിറ്റ് ചെയ്തോളൂ. ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ? പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഹസ്ബൻഡിനെ തീർച്ചയായും കൊണ്ടുവരണം. എനിക്കെങ്ങനെ മനസ്സിലായെന്നല്ലേ? കുറേ കൊല്ലമായില്ലേ ഇതൊക്കെ കാണുന്നത്. എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അവണിയുടെ ആ കരച്ചിലൂടെ തന്നെ മനസ്സിലായി ഹസ്ബൻഡ് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന്. നമുക്ക് സംസാരിച്ച് ശരിയാക്കാം അവണി. താൻ ധൈര്യമായിട്ടിരിക്കും. ഓക്കെ? പിന്നെ ഇയാളുടെ ഇരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് അവണിയുടെ ഹസ്ബൻഡ് അല്ലാന്ന്. കേട്ടില്ലേ ആവണി? ഇത്രയേ ഉള്ളൂ. മോനോട് നമുക്ക് സംസാരിച്ചെല്ലാം ശരിയാക്കാം. നീ എന്തായാലും വാ, നമുക്ക് വല്ലതും കഴിക്കാം. ഡോക്ടർ റൗണ്ട്സിന് പോയിട്ട് വരാൻ സമയം എടുക്കുമല്ലോ. നീ വാ. മാഡം, ഈ ആവണി എന്ന പേരുള്ള ഒരു പേഷ്യൻ്റ് ഇന്നോട് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ട് സാർ, ഒപിയിലാണ്. ഏത് ഡോക്ടറെ കാണാൻ വന്നെന്ന് അറിയാൻ പറ്റും? സാറ ഡോക്ടറാണ്. സാറ ഡോക്ടർ. സാറ ഡോക്ടർ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഗൈനക്കോളജിയിലാണ് സാർ. ഗൈനക്കോളജിയോ? ഈ ഭയങ്കരി മോഹനൻ നിന്നെ ചതിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം എന്താ മോഹനോട് ചെയ്തുകൊണ്ടിരിക്കുന്നേ? സിസ്റ്ററെ, ഞാൻ ആവണിയുടെ ബ്രദറാ. ആവണിയുടെ കൂടെ ആരാ വന്നിരിക്കുന്നത് അറിയാൻ പറ്റുമോ? അത് സാറിന് അറിയില്ലേ? അല്ല, എന്നോട് ആവണി വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പം ആവണി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കൂടെ ആരാ വന്നതെന്ന് അറിയുകയാണെങ്കിൽ ആളുടെ ഫോണിലേക്കൊന്ന് വിളിക്കാമല്ലോ എന്ന് ഓർത്താണ്. കൂടെ വന്നിരിക്കുന്ന ഹസ്ബൻഡാണ്. ഹലോ വക്കീലേ, സുധ എന്താ ഇവിടെ? ആരെയാ വിളിക്കുന്നേ? ഇതാരുമില്ല. മോഹനെ ആയിരിക്കും. ഞങ്ങളെ കണ്ടത് പറയണമല്ലോ. ഇല്ല, ഞാൻ വിളിച്ചിട്ടൊന്നും. നിങ്ങൾ തിരക്കിട്ട് അവിടെ നിന്ന് വരുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ഇവരെ കണ്ട വിവരം മോഹനെ വിളിച്ചു പറയാൻ പോകുന്നതാണെന്ന്. ഇത് മോഹൻ അറിയേണ്ട കാര്യമല്ലേ? എന്ത്? മോഹൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ഇതുപോലൊരു വഞ്ചന ആവണോട് അവൻ ചെയ്യില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇതൊക്കെ എനിക്ക് മനസ്സിലാവും സുധേ. എനിക്ക് നിന്നെ ചെറിയ പേടിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള ചെറിയ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒരു സ്ത്രീ സ്വന്തം ഹസ്ബൻഡ് അറിയാതെ അന്യപുരുഷനെ കൂട്ടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നാൽ അത് എന്തിനാന്നൊക്കെ എനിക്കും അറിയാം സുധേ. എന്തിനാ? അവർക്ക് പറ്റിയ തെറ്റ് ആരും അറിയാതെ ഇല്ലാതാക്കാൻ. അല്ല എന്തിനാ? അതിന് കൂട്ടു നീയും. വക്കീല് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. വേണ്ട ആവണി. എന്റെ വക്കീല്, നിങ്ങൾ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ തമ്മിൽ വേറെ ഒന്നും ഇല്ല. മോഹന്റെ ഇപ്പോഴത്തെ രീതികൾ ആവണിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ കുഞ്ഞ് വേണോ വേണ്ട എന്നൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഇതുപോലൊരു കഥ ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കോ? വിശ്വസിക്കോ വിശ്വസിക്കാതെ ഇരിക്കോ അതെനിക്കൊരു പ്രശ്നമല്ല. ഒറ്റ കാര്യമുള്ളൂ, ഇവരെവിടെ കണ്ട കാര്യം മോഹൻ അറിയാൻ പാടില്ല. ഇനി എങ്ങാണ് മോഹൻ ഈ കാര്യം അറിഞ്ഞ
നിങ്ങൾ നിങ്ങളുടെ ഡൈവോഴ്സ് കേസ് വാദിക്കാൻ റെഡി ആയിട്ടിരുന്നോ? നീ വാവച്ചേ. ഞാൻ ഇറങ്ങുന്നില്ല ആവണി, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പോട്ടെ. വക്കീൽ ഇവിടെ വിളിച്ചു പറഞ്ഞാണോ ചേച്ചി? പുള്ളി പറയത്തൊന്നുമില്ല. അങ്ങേരുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് അല്ലേ വക്കീല്? വക്കീല് പറയത്തില്ല. ആ ഉറപ്പ് ഞാൻ നിനക്ക് തരാമെന്ന്. ഞാനിപ്പോ ഇവിടെയുള്ളവരൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും ചേച്ചി? രാവിലെ പോയപ്പോ എങ്ങനായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഫേസ് ചെയ്യണം. അതിനിപ്പോ എന്തുവാ? നീ PSC സൈറ്റിൽ നോക്കിയായിരുന്നോ ഡേറ്റ് വന്നോന്ന്? പുതിയതായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. ഈ 2-3 മാസത്തിനുള്ളിൽ എക്സാമും പോസ്റ്റിംഗ് നടത്തുമെന്നാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വയറൊക്കെ വരില്ലേ ചേച്ചി? എന്റെ കൊച്ചെ, അത് അപ്പഴല്ലേ, നീ ഇപ്പഴേ അതിനെപ്പറ്റി ടെൻഷൻ എന്താ അടിക്കുന്നേ? ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ നിനക്ക്? നീ ഹാപ്പി ആയിട്ടിരുന്നാലേ കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ. ടെൻഷൻ അടിക്കാതെ. ഞാൻ എന്തേലും ഉണ്ടേ വിളിക്കും, വരണം കേട്ടോ. നീ വിളിക്ക്, ഞാൻ വരാം. ഹാപ്പി ആയിട്ട് പോ. ശരി ശരി. ആ മോള് വന്നാ? ആരെയോ കാണണമെന്ന് പറഞ്ഞു പോയിട്ട് കണ്ട? ആ കണ്ടു. നിനക്ക് സിമിയെ അറിയില്ലേ? അമ്മയുടെ നാത്തുവിന്റെ മോളല്ലേ? അതെ, അവള് 2 മാസമായിട്ട് പ്രഗ്നന്റ് ആയിരുന്നു. ഇന്ന് മോളിന്ന് താഴത്തോട്ട് ഇറങ്ങിയതാ, സ്റ്റെപ്പ് തെറ്റി വീണ് അബോഷനായി. എന്തൊരു കഷ്ടമാണ് നോക്കിയേ. 7-8 വർഷമായിട്ട് അവർ കൊച്ചു വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. ഓരോ അവസ്ഥയെ, കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുകയും വേണ്ടാന്ന് പറയുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാനൊന്ന് കിടക്കട്ടെ അമ്മ. മോള് ഭക്ഷണമൊക്കെ കഴിച്ചാ? ആ ഞാൻ കഴിച്ചതാ. ആ, വെയിലത്തുനിന്ന് വന്നിട്ടാണ്. മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. നല്ലോണം വെള്ളമൊക്കെ കുടിക്കട്ടാ. ചെല്ലു കിടന്നോ. എന്തേലും സഹായം വേണോ അമ്മ? വേണ്ട, സഹായമൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം. അല്ല, പതിവില്ലാണ്ട് എന്താണ് ഒരു സഹായം ചോദ്യം? ഒന്നുമില്ല അമ്മ, എനിക്കിപ്പോ അമ്മയെ സഹായിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. തൽക്കാലം ഇപ്പൊ ഞാൻ ചെയ്തോളാം. അമ്മ അമ്മ ഞാനേ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, എടുത്തേക്ക് എല്ലാ മാസവും 2 ദിവസം വയറുവേദന എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാറില്ലേ? ഈ മാസം അങ്ങനെ റെസ്റ്റ് ഒന്നും എടുക്കുന്ന കണ്ടില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും ഒപ്പിച്ച് കാണുമോ? പിന്നെ മുഖത്തോട് വന്ന് നോക്കി 24 മണിക്കൂറും കീരിയും പാമ്പാണ്, ഒപ്പിച്ച് കാണും പോലും. ആ അത് ശരിയാ. ഇടി, നിർബന്ധമായും എല്ലാ മാസവും വയറുവേദന വന്നെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാ? വയറുവേദന ഇല്ലാണ്ട് ഇതൊക്കെ നടക്കും. എനിക്കൊരു സംശയം തോന്നിയപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ സംശയവും നീ ഇങ്ങോട്ട് വിളമ്പാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇവിടെ കുടുംബം 2 വഴിക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇനി നീ ആയിട്ട് തിരി കൊളിച്ചണ്ട കേട്ടാ. ഞാൻ ഈ കുടുംബം അടിച്ചിരിയുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? സത്യം പറയല്ല അഞ്ജു, ഇടക്കിടക്ക് തോന്നാറുണ്ട്. ഒന്ന് പോവാ തമാശ പറയാതെ. തമാശയല്ല, കാര്യം തന്നെ പറഞ്ഞതാ. അല്ല, നീ ആവണിന്റെ വയറുവേദന അന്വേഷിച്ച് കിടക്കുന്നുണ്ടല്ല. നിന്റെ കൊച്ചിന് 8 വയസ്സായില്ലേ? നിങ്ങൾക്ക് വിശേഷമൊന്നും വേണ്ടേ? ഞാനേ ഇപ്പഴാ ഒരു കാര്യം ഓർത്തെ. ഞാൻ ഇപ്പൊ വരട്ടോ. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കണ. ഓ, ഇയാളെന്താണ് ആവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കയില്ല? എന്ത് ചെയ്യാൻ പോണ? നിങ്ങൾ
നിങ്ങളും മോഹനുമായിട്ട് കുറച്ച് ദിവസം സംസാരം ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല. ഫോണിങ്ങിതാ, സംസാരിക്കണ്ട. അങ്ങനൊന്നും ഇല്ല സുധേ. എന്തായാലും നിങ്ങൾ ഇനി കുറച്ച് ദിവസം ആരുടെയും ഫോൺ എടുക്കണ്ട. വണ്ടി എടുക്കാൻ കൂട്ടാ. ആ അഞ്ജു, അവള് വന്നാ? വന്നേട്ടാ, വന്നപ്പോ തൊട്ട് റൂമിൽ കയറി കിടപ്പാ. പിന്നെ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ആരാ, അവനാണോ കൊണ്ടാക്കിയത്? അല്ല, സുധ ചേച്ചിയാ കൊണ്ടുവിട്ടത്. ചേച്ചി, ഇവിടെ എന്താ നടക്കുന്നതെന്ന് വല്ല ഐഡിയയും കിട്ടിയോ? ഇല്ലേട്ടാ, എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് പറയാം. ഞാൻ ആ വക്കീലിനെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. കുത്തിത്തിരിപ്പ് ഐഡിയ പറയാൻ അയാള് ബെസ്റ്റാ. അതൊന്നും വേണ്ടേട്ടാ, 2 ദിവസത്തിനകം ഞാൻ കംപ്ലീറ്റ് കള്ളത്തരം കയ്യോടെ പിടിച്ചു തരാം. എന്ത് ചെയ്തിട്ടെന്താ കാര്യം? അമ്മ ഏട്ടത്തിയുടെ കൂടെ അല്ലേ നിൽക്കൂ. അമ്മ വരെ തള്ളി പറഞ്ഞ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണം. എന്നാലേ അമ്മ അവളെ ആദ്യമേ അടിച്ച് പുറത്താക്കും. ഞാൻ ശ്രമിക്കുന്നുണ്ട് ഏട്ടാ. തിരിഞ്ഞു നടന്നോ നീ? നിന്റെ കള്ളത്തരകളൊക്കെ കയ്യോടെ പിടിക്കപ്പെടാൻ ടൈമായി. നീ എത്ര നാളത് ഒളിച്ചോണ്ട് നടക്കുന്നേ എനിക്കൊന്ന് അറിയണം. ഇനി അധികം സമയമില്ലടി നിനക്ക്. നീയേ കരഞ്ഞോണ്ട് എന്റെ പുറകെ വരും. ഹലോ ഹലോ ചേച്ചി, വക്കീലെല്ലാം അങ്ങേരോട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. അതിനൊരു സാധ്യതയില്ല ആവണി. അങ്ങനെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് എന്റെ കൈ വെച്ചിട്ടുണ്ട്. ഇല്ല ചേച്ചി, അങ്ങേരിപ്പോ എൻ്റെ അടുത്ത് വന്ന് എത്ര നാൾ ഇതൊക്കെ ഒളിച്ചു നോക്കുന്നൊക്കെ ചോദിച്ചു. നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ. മോൻ എന്തെങ്കിലും മനസ്സിൽ വെച്ച് പറഞ്ഞതായിരിക്കും. നീ അത് കാര്യമാക്കണ്ട. അല്ല ചേച്ചി, ഞാനിപ്പോ ഒന്ന് മയങ്ങി എണീറ്റ് നോക്കുമ്പോ ഒരു പച്ചമാങ്ങ എന്റെ കട്ടിലിന്റെ സൈഡിലിരിക്കുന്നു. പച്ചമാങ്ങയോ? ആരാ വെച്ചത്? എനിക്കറിയത്തില്ല. എനിക്കറിയില്ല, ഇവിടെ ആർക്കോ ഇത് അറിയാം. അങ്ങേരുടെ സംസാരം കേട്ടിട്ട് അങ്ങേർക്ക് എന്നെ ഇത് അറിയാന്ന് എനിക്ക് തോന്നുന്നത്. നീ പേടിക്കാതിരിക്കേ, ഇതൊക്കെ എന്തായാലും എന്തെങ്കിലും അറിയും. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് നോക്കാം. ഡേറ്റ് വന്നോ? എക്സാമിന്റെ ആണോ? ആ, 10 ദിവസം കൂടെ ഉണ്ട്. അതുവരെ നീ നോർമലായിട്ടിരിക്കേ. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നോക്കാവുന്നേ. ശരി ചേച്ചി. ശരി. ഡേറ്റോ? എന്തിന്റെ ഡേറ്റാ? അറിഞ്ഞിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? വേണ്ട, അറിയണ്ട. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കേണ്ടെന്നുള്ളത്. സുധ, എന്റെ ഫോൺ ഒന്ന് താ, അല്ലെങ്കിൽ അതൊന്ന് ഓണാക്കി വെക്കെങ്കിലും ചെയ്യുക. എന്റെ ക്ലയൻസ് ഒക്കെ വിളിക്കത്തില്ലേ? അതിന് ഒരു 10 ദിവസം കഴിഞ്ഞുള്ള കേസും ക്ലയന്റും ഒക്കെ മതി. അയ്യോ, എന്റെ കേസെല്ലാം പോവില്ല എപ്പോഴേക്ക്? കേസൊക്കെ ഇനിയും വരും. വണ്ടി എടുക്ക്, ഡേറ്റ് ആവുന്നു. ഇവളാണോ ഇനി മാങ്ങ വെച്ചത്? എന്താ എടുത്തി? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല. ഇവളല്ലേ?
പിന്നെ ആരായിരിക്കും? ഇനി അമ്മ എങ്ങാനാണോ? എന്താ അവണി? ഒന്നുമില്ലമ്മ, അമ്മ അകത്തൊന്നും കണ്ടില്ല, അതുകൊണ്ട് വന്ന് നോക്കിയതാ. അമ്മയല്ലേ? കണ്ടിട്ട് അറിഞ്ഞ മട്ടൊന്നും കാണുന്നില്ലല്ലോ. ഈ ഏട്ടത്തി എന്താ ഒറ്റയ്ക്ക് സംസാരിക്കണേ? ഒറ്റയ്ക്കല്ലടാ, ദേ അമ്മയോട് പറഞ്ഞതാ. ഇനി ഇവൻ മറ്റോ ആണോ? അമ്മ ഇതെന്തിനാ ഒറ്റയ്ക്കൊക്കെ ചെയ്യണേ? അഞ്ജുനെ വിളിച്ചൂടെ? എന്നാ ശരി, നീ അവളോട് വരാൻ പറ എന്നെ സഹായിക്കാൻ. ചെല്ല്. എന്താ ദേവു? വാണിയമ്മന്റെ വീട്ടില് കുഞ്ഞുവാവയുണ്ടോ? മോളോട് ഇതാരാ പറഞ്ഞേ? ഫോണിൽ കേട്ടതാ. ഫോണിലോ? ഹലോ, എന്തൊക്കെയോ കാര്യം പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് മനസ്സിലായില്ല. കുഞ്ഞാവേന്റെ കാര്യം മനസ്സിലായി. ദേവു, മോളത് കേട്ടേന്റെ പ്രശ്നാ. ആണോ? ഇവിടെ വരുന്ന സുധ ചേച്ചിയില്ലേ, ചേച്ചിയുടെ കുഞ്ഞിന്റെ കാര്യ വക്കീലങ്ങളും ചേച്ചിയും കൂടെ പറഞ്ഞത്. അത് മോളെ തെറ്റിക്കേട്ടതാ. ആണോ? അപ്പൊ മോളാണോ വാണിയമ്മയുടെ ബെഡിന്റെ സൈഡിൽ മാങ്ങ കൊണ്ടുവച്ചത്? മാങ്ങിയോ? ഞാൻ വച്ചില്ല. മോളല്ലേ? അല്ല. മോളിത് വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ആരോടും പറയണ്ട കേട്ടോ. ഇപ്പൊ മോള് പൊക്കോ. ശരിക്കും വാണിയമ്മന്റെ വീട്ടില് കുഞ്ഞുവാവ ഇല്ലേ? ഇല്ലെന്ന്. അപ്പൊ റൂമിൽ പച്ചമാങ്ങ കൊണ്ടുവച്ചത് ആരായിരിക്കും? നിങ്ങൾ ഇത്ര നേരം പറയാൻ ഞാൻ എന്ത്? നമ്മൾ ഹോസ്പിറ്റലിൽ സംസാരിക്കുമ്പോൾ മോഹന്റെ കോൾ കണക്ട് ആയിരുന്നെന്ന്. അതിന് എൻ്റെ ഫോൺ മേടിച്ച് സ്വിച്ച് ഓഫ് ആക്കി വെച്ച് എന്നിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കില്ല. എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ ഇത് പറയണമെങ്കിൽ? മോഹൻ അറിയില്ല എന്നുള്ള ഉറപ്പാണല്ലോ. ഒരു ഉറപ്പില്ല ചേച്ചി. അങ്ങേരുടെ ഫോൺ എടുത്ത് ദേവ് കളിച്ചോണ്ടിരുന്നപ്പോഴാ കോള് വന്നത്. അവളാ ഫോൺ അറ്റൻഡ് ചെയ്തെന്നാ പറഞ്ഞത്. പക്ഷെ അവൾ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതറിയുന്ന ആരോ ഈ വീട്ടിലുണ്ട്, അതെനിക്ക് ഉറപ്പാ. ചിലപ്പോ അമ്മയായിരിക്കും. അമ്മമാർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഏയ്, ആവണി മോഹൻ എത്ര ദിവസമായിട്ട് വഴക്കാണ്. ഇങ്ങനെ ഒരു പോസിബിലിറ്റി പറ്റി അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്കും സംശയം തോന്നിയത്. നിങ്ങൾക്ക് എപ്പോഴാ സംശയം ഇല്ലാത്ത? എല്ലാത്തിലും സംശയമല്ലേ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. രാവിലെ തന്നെ ഗൂഢാലോചന തുടങ്ങിയല്ലേ? വക്കീല്, നിങ്ങൾ ഇവരുടെ കൂടെ കൂടിയല്ലേ? വെറുതെ അല്ല ഞാൻ വിളിക്കുമ്പോ ഫോണ് സ്വിച്ച് ഓഫും വിളിച്ചാലും എടുക്കാത്തത്. എൻ്റെ മോഹന ഫോണ് താഴെ ഇവിടെ ഡിസ്പ്ലേ പോയിരിക്കുക. നേരെയാക്കാൻ കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങളൊന്ന് വന്നേ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എടോ, നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ വരാം. അവരൊന്ന് കണ്ണുരുട്ടി കാണിച്ചപ്പോ താൻ പേടിച്ചു പോയല്ലേ? കഷ്ടം. എന്തായാലും ഇവിടുത്തെ ഗൂഢാലോചന നടക്കട്ടെ. എത്ര നാളത് എല്ലാവരോടും ഒളിച്ചു വെക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഇങ്ങേർക്ക് ഇതെല്ലാം അറിയാന്ന് തോന്നണേ.
അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോവോ? എന്നെ നോക്കണ്ട, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അവസരം കിട്ടാത്തോണ്ടല്ലേ നിങ്ങൾ പറയാത്തത്. അത് വിടി ചേച്ചി. ഇത് ഈ വീട്ടിലാർക്ക് അറിയാന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? ഇപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ആവണി, നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഡോക്ടർ എന്താ പറഞ്ഞെന്നുള്ളത്? സമയത്ത് മരുന്ന് കഴിക്കണം, ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട്, നീ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം, കുഞ്ഞിനെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2 വീലർ നീ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. നിനക്ക് എവിടെ പോകാനുണ്ടല്ലോ നീ എന്നെ വിളിക്കേ, ഞാൻ വന്ന് കൊണ്ടുപോകാൻ നിന്നെ. നിങ്ങൾ ഇതെന്തിനാ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നേ? ഇതിപ്പോ വീട്ടിൽ പറഞ്ഞാ പോരെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 10 ദിവസം കഴിയുമ്പോ പറയും. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ശരിക്കും എന്തോ ഒന്ന് ഒളിക്കുന്നുണ്ടല്ലേ? ആവണി, മോള് ഫ്രീ ആണോ? എന്താ അമ്മ പറഞ്ഞു? അമ്മയ്ക്കൊന്ന് ജംഗ്ഷൻ വരെ പോകേണ്ടിയിരുന്ന്. എൻ്റെ മരുന്നൊക്കെ തീർന്നിരിക്കുകയാണ്. മാത്രമല്ല ഡോക്ടറിനെ ഒന്ന് കാണണം. മരുന്ന് മാത്രമായിരുന്നെങ്കിൽ പ്രകാശിനെ മോഹനെയും കൊണ്ട് വാങ്ങിപ്പിക്കായിരുന്നു. നീ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം, കുഞ്ഞിനെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2 വീലർ നീ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. വൈകിട്ട് അങ്ങേരോ പ്രകാശനോ വരുമ്പോൾ പോയാൽ മതിയോ അമ്മ? ഓ, മോഹനേട്ടൻ വാങ്ങി തന്ന വണ്ടിയിൽ പോകാനുള്ള മടി കൊണ്ടായിരിക്കും. ഓ, അത് ഞാൻ ഓർത്തില്ല. എന്നാ വേണ്ട മോളെ, അമ്മ വേറെ എന്തെങ്കിലും വഴി നോക്കാം. അതെന്ത് പരിപാടി ഏട്ടത്തി? ഹോസ്പിറ്റൽ കാര്യല്ലേ, അതിനും ഈഗോ വർക്കാക്കേണ്ട കാര്യമുണ്ടോ? അഞ്ജു, നീ താഴേക്ക് പോയേ. ഇനി വെറുതെ ഇതിന്റെ പേര് പറഞ്ഞൊരു വഴക്കുണ്ടാക്കണ്ട. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അമ്മ. ഇവിടെ അബിക്കാൻ മാളൂന് എന്തെങ്കിലും അസുഖം വന്നിരുന്നെങ്കിൽ കാറ് വരുന്നവരെ കാത്തിരിക്കോ അതോ സ്കൂട്ടർ എടുത്തോണ്ട് പോവോ? ഇതൊക്കെ വളരെ മോശമാണ് കേട്ടാ. അമ്മ വന്നേ, അമ്മനെ ഞാൻ കൊണ്ടുപോവാം. ഇവരോടൊക്കെ വെറുതെ ചോദിക്കാൻ നിൽക്കുന്നു. ശരിക്കും മോഹനം വാങ്ങിയ വണ്ടി ആയതുകൊണ്ടാണോ നീ എന്റെ കൂടെ വരാത്തത് ആവണി? അത് അമ്മ, അതിലിത്ര സംശയം എന്താണ് അമ്മ? അതുകൊണ്ട് തന്നെയാ വരാത്തത്. എല്ലാ കാര്യത്തിനും നിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കണ ആളാ ഞാൻ. സുഖമില്ലാത്ത ഒരാളാ മരുന്നിന് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ദേഷ്യമുണ്ടോ നിനക്ക്? നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ അഞ്ജു? ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടമ്മ, ഞാൻ കൊണ്ടുപോകില്ലേ? എന്നാ ഞാൻ ഹോസ്പിറ്റലിലെ കാർഡ് എടുത്തു വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ശരി അമ്മ. താങ്ക്സ്. എന്താണെന്നറിയോ, ഞാനായിട്ടൊന്നും ചെയ്യാതെ തന്നെ അമ്മയ്ക്ക് നിങ്ങളോട് ഇഷ്ടക്കേടുണ്ടാക്കിയതിന്. പിന്നെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല അവരെ കൊണ്ടുപോകുന്നത്, നിങ്ങളെ തോൽപ്പിക്കാനാ. നിന്റെ അമ്മ അച്ഛമ്മേനെ കൊണ്ടുപോയിട്ട് കാണാനില്ലല്ലോ. ചിലപ്പോ അമ്മേന്റെ ശല്യം കാരണം അച്ഛമ്മ വല്ല കുളത്തിൽ തള്ളിയിട്ടിട്ടുണ്ടാവോ? ആരെ കുളത്ത് തള്ളിയിടുന്ന കാര്യ പറയുന്നേ? ഒന്നുമില്ല അമ്മേ, നമ്മൾ കുളത്തിൽ കുളിക്കുന്ന കാര്യം പറഞ്ഞതാ. ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ, അല്ലേ അച്ഛാ? അതെ അതെ. ഒരു കുളത്തിലും പോണ്ട. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. മരുന്ന് കഴിക്കുന്നതല്ലാതെ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പൊ കുറച്ചു നാളായല്ലോ. ഒന്ന് കാണാന്ന് വെച്ച് പോയതാ. ഡോക്ടർ എന്ത് പറഞ്ഞമ്മ? അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തവരൊക്കെ എന്തിനാ അമ്മയുടെ സുഖവിവരം അന്വേഷിക്കുന്നേ? നീ എന്തൊക്കെ അനാവശ്യമായി പറയണേ? അനാവശ്യോ? എന്താ അനാവശ്യം? ഞാൻ ഇന്ന് ഇവിടെ നടന്ന കാര്യം പറഞ്ഞേ. എന്താണ് ഇവിടെ? ആ, ഏട്ടൻ വന്നത് നന്നായി. അമ്മ ആദ്യം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇവരെയാ വിളിച്ചത്. മോഹനേട്ടൻ വാങ്ങിത്തന്ന വണ്ടിയിൽ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇവർ പറഞ്ഞു. അപ്പോഴാ ഞാൻ കൊണ്ടുപോയത്.